ഈ ട്രെൻഡ് ചെയ്യാത്തവരായിട്ട് വളരെ ചുരുക്കം ആൾക്കാരുള്ളൂ. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഒന്നിലധികം റിക്വസ്റ്റുകൾ അറ്റ് എ ടൈം വന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെർവർ ഡൗൺ ആയതുകൊണ്ട് കുറേ പേർക്കൊന്നും ഇത് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ പഴയ ആപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അപ്ഡേഷൻ ഇല്ലാത്തത് കൊണ്ടും ഇത് വർക്കാവുന്നില്ല. ഇപ്പോൾ ഗൂഗിൾ ക്രോമിലാണ് ഞാൻ ചെയ്തത്. ഞാൻ ചെയ്ത മെത്തേഡ് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതാണ്. ChatGPTയിൽ ലോഗിൻ ചെയ്യാത്തവർ ആദ്യം ലോഗിൻ ചെയ്യണം. ശേഷം ChatGPTന്ന് ഇതുപോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ chatgpt.com എന്ന് പറഞ്ഞിട്ട് മുകളിൽ ഏറ്റവും ടോപ്പിൽ കാണുന്നില്ലേ, അത് തന്നെ സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്താലാണ് നമുക്ക് ഇമേജ് അപ്ലോഡ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനായിട്ട് നമുക്ക് വിഷ്വൽസ് കാണിക്കാം. ആ കാണിക്കുന്ന ഈ വിൻഡോയിൽ പ്ലസ് ബട്ടൺ കാണുന്നില്ലേ, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോണിലാണെച്ചെങ്കിൽ നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു പിന്നിൻ്റെ ഷേപ്പിലുള്ളതാണ് കാണപ്പെടുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ ആദ്യം അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ആസ്ക് എനിത്തിങ് എന്ന് കാണുന്ന ഭാഗത്താണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഞാൻ ആദ്യം ചെയ്യുന്നത് ഇമേജ് അപ്ലോഡ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ഫയൽ എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് ആഡ് ചെയ്യാം. ഇമേജ് ഫോട്ടോ ലൈബ്രറി, ടേക്ക് എ ഫോട്ടോ ഓർ വീഡിയോ, ചൂസ് ഫയൽ, ഇങ്ങനെ 3 ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിൽ നിന്ന് ഞാൻ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ് കൊടുത്തത്. ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം കുറേ ടൈം എടുത്തിട്ട് ഇമേജ് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള അങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് 2-3 വട്ടം വന്നായിരുന്നു. പക്ഷെ അതിനുശേഷം ഇത് വർക്കായി. ഞാൻ ആദ്യം ഒരു ഇമേജ് എടുത്ത് ചെയ്ത് നോക്കി, അതിനുശേഷം അത് ഫെയിലിയർ ആയപ്പോൾ വേറൊരു ഇമേജ് വെച്ച് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ശരിയായിട്ടുണ്ടായിരുന്നു. പക്ഷെ ചിലരിൽ ഫസ്റ്റ് ഇത് ചെയ്തതിന് ശേഷം പിന്നെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പ്രോബ്ലം കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നമുക്ക് ഇമേജ് അപ്ലോഡ് ചെയ്തതിന് ശേഷം റീക്രിയേറ്റ് ടു ജിബ്ലി ആനിമേഷൻ സ്റ്റൈൽ എന്ന് കൊടുത്തിട്ട് ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ഇമേജ് പ്രോസസ്സിങ്ങിന് കുറച്ച് ടൈം എടുക്കും, കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇമേജ് ഫുള്ളായിട്ട് പ്രോസസ്സ് ചെയ്ത് നമുക്ക് കിട്ടുക. നമുക്ക് കിട്ടുന്ന ഇമേജ് അത്യാവശ്യം നല്ല ഒരു ഡ്രീമി എഫക്റ്റ് ഉള്ളൊരു ഇമേജ് തന്നെയാണ്. അപ്പോൾ ഈ പ്രോസസ്സിലൂടെയാണ് ഞാൻ ചെയ്തത്. എല്ലാവർക്കും ഇത് വർക്കാവുന്നില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ആപ്പിലാണ് ചെയ്യുന്നതെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. ആപ്പ് യൂസ് ചെയ്തിട്ടല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. ആപ്പിൽ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ആപ്സ് അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യുക. എനിക്ക് ഫോട്ടോ കിട്ടി, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.